ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള പാൻ പിസ്സയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 5-6 പീസ് എടുത്തു. പിന്നെ പൊടിയായി അരിഞ്ഞ സവാള, ക്യാപ്സിക്കം, ഇച്ചിരി ക്യാബേജ്, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റി ജസ്റ്റ് മാറ്റി വെച്ചു. പിന്നെ നമ്മളിവിടെ മയോണൈസാണ് ഉണ്ടാക്കുന്നത്. സവാളയിലോട്ട് അല്പം ഉപ്പ്, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ടു. പിന്നെ ആ ചിക്കനൊന്ന് പിച്ചിയിട്ട് അതൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് മൊരിച്ചെടുത്തു. പിന്നെ അതിലോട്ട് മയോണൈസും സോസും ആവശ്യമാണ്. ഇത് മയോണൈസ് ഉണ്ടാക്കുന്നതാണ്. ഒരു കോഴിമുട്ട, ചെറുനാരങ്ങ, 3 അല്ലി വെളുത്തുള്ളി, ഒരു അര ഗ്ലാസ് ഓയിൽ ഇതൊഴിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയത്. ഇതിപ്പം പിസ്സയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗള് മൈദ, അതിലോട്ട് ഒരു കോഴിമുട്ട, ഇച്ചിരി പാലും വെള്ളവും ഉപ്പും പിന്നെ സോഡാപ്പൊടി അപ്പക്കാരം ചേർത്തിട്ട് അതിൻ്റെ ബേസ് കലക്കിയെടുത്തു. മൈദ വെച്ചിട്ടുണ്ടാക്കി. എന്നിട്ട് അതിലോട്ട് ഈ ഉണ്ടാക്കി വെച്ച മസാല മുകളിലോട്ട് നമ്മൾ വിതറിക്കൊടുത്തു. ഒഴിച്ച ഉടനെ വിതറിയാലും നമുക്ക് ആ മൈദ ഒന്ന് സെറ്റാവുന്നതിന് മുന്നേ അതിലോട്ട് ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ക്യാപ്സിക്കം, ചിക്കൻ പൊരിച്ചത്, സവാള കൂട്ട് ഇതൊക്കെ ഇട്ടു. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കണം. പിന്നീട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മയോണൈസ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇത് കുറച്ച് ഞാൻ ആദ്യം ഓയിൽ കുറച്ച് കുറഞ്ഞുകൊണ്ട് കുറച്ച് കൺസിസ്റ്റൻസി കട്ടി കുറഞ്ഞുപോയി. പിന്നെ മയോണൈസ് ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് സോസ്, ക്യാപ്സിക്കം, മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒരു 2 മിനിറ്റ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റത്തെ ടൈം മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റും ഒക്കെ തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.